കൊടുക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാനിലെ റഹ്മത്തിന്റെ പത്താണ്. അല്ലാഹുവിനോട് ഓരോ അടിമകളും വല്ലാതെ റഹ്മത്തിനെ ചോദിക്കേണ്ട സമയമാണ്. നമുക്ക് അല്ലാഹുവിനോട് റഹ്മത്ത് ചോദിക്കുമ്പോൾ അല്ലാഹു തആല നമുക്ക് റഹ്മത്ത് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താകണം? നമ്മുടെ കൂടെയുള്ളവർക്ക്, നമ്മുടെ കൂട്ടുകാർക്ക്, നമ്മുടെ അയൽവാസികൾക്ക്, നമ്മുടെ ഉമ്മവാപ്പമാർക്കൊക്കെ നമ്മൾ നല്ല ഒരു കരുണ ചെയ്യുന്ന സ്വഭാവം നമ്മളിൽ ഉണ്ടാകണം. അങ്ങനെയാകുമ്പോഴാണ് അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യുകയുള്ളൂ. ഈ പരിശുദ്ധമായ റമളാനിന്റെ പത്തിലെ ആദ്യത്തെ ദിവസങ്ങളിൽ, ആദ്യത്തെ 10 ദിവസം ഓരോ അടിമയും അല്ലാഹുവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഇത് നമ്മൾ ഓരോ ദിവസവും നിസ്കാര ശേഷവും അതുപോലെ മറ്റു സമയങ്ങളിലൊക്കെ അധികരിപ്പിക്കുന്ന ദിക്റാണ്. ഇത് ധാരാളം നമ്മൾ ചൊല്ലുന്നവരാണ്. ആ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യണമെങ്കിൽ ഭൂമിയിലുള്ളവരോട് നമ്മൾ കരുണ കാണിക്കണം. നമ്മുടെ കൂടപ്പറപ്പീങ്ങളോട്, നമ്മുടെ വീട്ടുകാരോട്, അയൽവാസികളോട്, കുടുംബങ്ങളോട് കരുണ കാണിക്കണം. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യണേ. എന്നാൽ ആകാശത്തിന്റെ അധിപനായ അല്ലാഹു തആല നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യുന്നതാണ്. അല്ലാഹു നമുക്ക് വലിയ റഹ്മത്ത് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ കാലം വളരെ മോശമാണ്, വളരെ വലിയ മോശമാണ്. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ മുഴുവനും കേട്ടത് വളരെ പ്രയാസപ്പെടുത്തുന്ന വാർത്തകളാണ്. സ്വന്തം ഉമ്മയെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന കാലം, ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തുന്ന വാർത്ത, വാപ്പയെ മർദ്ദിച്ച് കൊലപ്പെടുത്തുന്ന വാർത്ത ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട കേരളക്കരയെ അതല്ല നാടിനെ മൊത്തം ഞെട്ടിപ്പിച്ചൊരു വാർത്തയാണ്. സ്വന്തം സഹപാഠിയെ, സ്വന്തം സുഹൃത്തിനെ, സഹപാഠിയെ ആക്രമിച്ച് അടിച്ചു കൊലപ്പെടുത്തിയ വാർത്ത കേട്ടില്ലയോ? അല്ലാഹ്, നമ്മൾ വിദ്യാർത്ഥി ജീവിതത്തിൽ ചിലപ്പോ ചില സമ്മർദ്ദങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായേക്കാം, ചില വാക്കുതർക്കങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ അതിന്റെ പേരില് അത് വഴക്കിലേക്കോ അതല്ലെങ്കിൽ അക്രമങ്ങളിലേക്കോ പോകാറില്ല. എന്നാൽ ചെറിയ ഒരു നിസാരമായ വിഷയത്തിന്റെ പേരില് അടിച്ചു കൊലപ്പെടുത്തുകയാണ് സ്വന്തം സഹപാഠിയെ. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വളരെ കേൾക്കാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലേ? ഉമ്മയെ കൊന്നതും ബാപ്പയെ കൊന്നതും 5 പേരെ ഒന്നിച്ച് കൊലപ്പെടുത്തിയത്, ഇങ്ങനെ തുടങ്ങി ഓരോ ദിവസവും നമ്മുടെ കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വളരെ പേടിപ്പെടുത്തുന്നതാണ്. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാഹ്, ഞങ്ങളെ കുടുംബത്തെ നന്നാക്കണേ അല്ലാഹ്. ഈ സമയത്ത് നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബത്തിന്, ഭർത്താവിന്, നമ്മുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. എല്ലാവരോടും നല്ല സ്വഭാവത്തിൽ പെരുമാറുന്ന ഒരു ശീലം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അതിന് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. റഹ്മത്തിന്റെ പത്തില് നമ്മൾ അല്ലാഹുവിനോട് റഹ്മത്ത് ചോദിക്കുമ്പോ അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യണമെങ്കിൽ മറ്റുള്ളവർക്ക് കാരുണ്യത്തിന്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാകണം. അത് നമ്മുടെ കുടുംബങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും മാത്രമല്ല, മുത്തുനബിതങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മളെ നമ്മുടെ വീട്ടിൽ ഉള്ള മൃഗങ്ങൾ,
മറ്റു ജീവികൾ, മനുഷ്യന്മാര് മാത്രമല്ല, നമ്മുടെ വീട്ടിലുള്ള മറ്റു ജീവികൾ, അത് നമ്മൾ വളർത്തുന്ന ജീവികളാകട്ടെ അതല്ലെങ്കിൽ വളർത്താത്ത ജീവികളാകട്ടെ, ആ ജീവികൾക്ക് പോലും ഭക്ഷണം നൽകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് വേനൽക്കാലമാണ്, ചൂടുകാലമാണ്, പല സ്ഥലങ്ങളിലും ശക്തമായ ചൂട് അനുഭവപ്പെടുകയാണ്. അതേ പക്ഷികൾക്കും പറവകൾക്കും വെള്ളം കൊടുക്കണം, അത് അവരോട് ചെയ്യുന്ന കരുണയാണ്. അല്ലെ, SYSന്റെ കീഴിൽ ഇപ്പൊ ഒരു പദ്ധതിയുണ്ട്, പറവകൾക്ക് വെള്ളം കൊടുക്കുന്ന തണ്ണീർപ്പന്തൽ വെള്ളം കൊടുക്കുന്ന ഒരു പദ്ധതി, നല്ലൊരു പദ്ധതിയാണ്. അങ്ങനെ വെള്ളം കൊടുക്കണം, പക്ഷികൾക്ക് പറവകൾക്ക് അവർക്ക് വെള്ളം കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ചെടികൾ നനക്കണം, മരങ്ങള്, ഇതൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ടതാണ്. പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കേണ്ടതാണ്. പ്രകൃതിക്ക് നമ്മൾ സംരക്ഷണം കൊടുത്ത് പ്രകൃതിയോട് നമ്മൾ കരുണ ചെയ്ത്, മൃഗങ്ങളോട് നമ്മൾ കരുണ ചെയ്ത്, മനുഷ്യന്മാരോട് മനുഷ്യേതര ജീവികളോട് കരുണ ചെയ്യുമ്പോഴാണ് ആകാശത്തിന്റെ അധിപനായ അല്ലാഹ് നമ്മളോട് കരുണ ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് കരുണ ചെയ്യുകയുള്ളൂ. അങ്ങനെ ഒരു ജീവിതം നമ്മളിൽ ഉണ്ടാകണം. നമ്മളും നമ്മളെ മക്കളെ കാര്യം മാത്രം നോക്കണം, അതും പറ്റില്ല. നമ്മുടെ കുടുംബത്തിന്റെ കാര്യം നോക്കണം. ഉമ്മയോട് കരുണ ചെയ്യുമ്പോഴേ ഉമ്മയെ ബഹുമാനിച്ച് ഉമ്മയോട് കരുണ ചെയ്യണം. ഉമ്മമാരോട് കരുണ ചെയ്യാത്തവന്റെ റമളാൻ, ബാപ്പമാരോട് കരുണ ചെയ്യാത്തവന്റെ റമളാൻ അല്ലാഹുക്ക് വേണ്ട. അവന്റെ നോമ്പിനർത്ഥമില്ല, അവന്റെ നിസ്കാരത്തിനർത്ഥമില്ല, അവന്റെ ദുആകളെ അല്ലാഹു തആല സ്വീകരിക്കുന്നതല്ല. അല്ലാഹു നമ്മളെ ഉമ്മ വാപ്പമാർക്ക് ആഫിയത്ത് ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അപ്പൊ മാതാപിതാക്കളോട് കരുണ ചെയ്യണം, ഉസ്താദുമാരോട്, കുടുംബങ്ങളോട്, മക്കളോട്, ഇവരോടൊക്കെ നമ്മൾ കരുണ ചെയ്യണം. അയൽവാസികളോട് കരുണ ചെയ്യണം. അയൽപക്ക ബന്ധത്തിനൊരു വിലയും കൽപ്പിക്കാത്തവൻ, അവന്റെ കരുണയില്ലാത്ത സ്വഭാവം, അത് കാരണം അല്ലാഹു അവർക്ക് റഹ്മത്ത് ചെയ്യൂല. അയൽവാസികളോട് കരുണ ചെയ്യണം. എന്റെ അയൽവാസി കാഫിറാണെങ്കിൽ പോലും അവനെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ചു നബി മുഹമ്മദ് മുസ്തഫ. ഇസ്ലാം വല്ലാത്ത ആദരവ് പഠിപ്പിച്ച മതമാണ്. അയൽവാസി കാഫിറാണെങ്കിൽ പോലും അവനെ നീ ബഹുമാനിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് നമ്മുടെ അയൽവാസികളിൽ ഒക്കെ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇത് നോമ്പ് കാലമാണ്. എല്ലാവരും നമ്മളെ പോലെ എല്ലാ കാര്യങ്ങളും നടന്നുകൊള്ളണമെന്നില്ല. എല്ലാവർക്കും പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടാകും. അവരാരാണെന്ന് നമ്മൾ കണ്ടെത്തിയവരെ സഹായിക്കണം. നോമ്പ് തുറക്കാൻ അത്താഴത്തിനൊന്നും ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ടായേക്കാം. രോഗികളായി പ്രയാസപ്പെടുന്നവരായുണ്ടായേക്കാം. രോഗം കൊണ്ട് പ്രയാസപ്പെട്ട് വലിയ ബുദ്ധിമുട്ടിലായി കഴിയുന്നവരുണ്ടായേക്കാം. അവരെയൊക്കെ നമ്മൾ സഹായിക്കണം. അങ്ങനെ എല്ലാവരോടും കരുണ ചെയ്യുന്ന ഒരു സ്വഭാവം, ആ ഒരു സ്വഭാവം ഉണ്ടായാൽ അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തു. അപ്പൊ അല്ലാഹു നമ്മളോട് കരുണ ചെയ്യും. നിങ്ങൾ നോക്കി, ഉത്തർപ്രദേശ്, UP ഭാഗങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നിനും കഴിയാത്ത എത്ര ആൾക്കാരുണ്ടെന്നറിയോടെ. നോമ്പ് തുറക്കാൻ പോലും ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ, കുടിക്കാൻ വേണ്ടതുപോലെ വെള്ളമില്ലാതെ, സൗകര്യങ്ങളില്ലാതെ, കിണറുകളില്ലാതെ പ്രയാസപ്പെടുന്ന ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയൂ. നമ്മുടെ സഹായങ്ങളിൽ, അങ്ങോട്ട് നൽകാൻ പറ്റുന്ന സഹായങ്ങളിൽ ആ ഭാഗങ്ങളിലേക്ക് നമ്മൾ നല്ല വിശ്വസ്തരായ ആളുകൾ മുഖേന അങ്ങോട്ടുള്ള സഹായങ്ങൾ എത്തിക്കണം. ഇങ്ങനെ കേരളത്തിൻ്റെത് മാത്രമല്ല, ലോകത്തിന്റെ നാനാദിക്കുകളിൽ പ്രയാസം അനുഭവിക്കുന്ന ആരെല്ലാം എവിടെയെല്ലാം ഉണ്ടോ അവർക്ക് നൽകാൻ പറ്റുന്ന സഹായങ്ങൾ നമ്മൾ നൽകിയിട്ട് അവരെയൊക്കെ സഹായിക്കണം. അല്ലാഹ്
അല്ലാഹ് നിങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് നിങ്ങൾക്കത് കാരണം നിന്റെ റഹ്മത്ത് നൽകണേ അല്ലാഹ് എപ്പോഴും പടച്ച റബ്ബിന്റെ റഹ്മത്തിനെ ചോദിച്ചുകൊണ്ടിരിക്കണം എപ്പോഴും ചോദിക്കണം രാവിലെ മാത്രമല്ല നിസ്കാരത്തിന് ശേഷം മാത്രമല്ല എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം ഏറ്റവും പ്രധാനം അത്താഴത്തിന്റെ സമയം ഒരു നോമ്പുകാരന്റെ ദുആഇന് വലിയ ഉത്തരമുണ്ട് ഒരു നോമ്പുകാരന്റെ പ്രാർത്ഥനയ്ക്ക് വലിയ ഉത്തരമുണ്ട് അതിൽ തന്നെ അത്താഴത്തിന്റെ സമയം നബിതങ്ങൾ ജനിച്ച സമയം ആ സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ച് അല്ലാഹ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിനോട് പറഞ്ഞു അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ ഇനി ഒരു നോമ്പ് വരുമ്പോൾ ഞങ്ങൾ ഉണ്ടാകുമോ അറിയില്ല റജബിലും ശഅബാനിലും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു പലരും ഇന്ന് ഖബറിലാണല്ലോ പലരും ഇന്ന് ആറടി മണ്ണിലാണല്ലോ കഴിഞ്ഞ റമദാനിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു പലരുടെയും ഉമ്മമാരുന്ന് ഖബറിലാ വാപ്പമാരുന്ന് ഖബറിലാ വെല്ലുമ്മമാരുന്ന് ഖബറിലാ കഴിഞ്ഞ റമദാനിൽ നമ്മളോടൊപ്പം സന്തോഷം പങ്കിട്ട പലരും ഇന്ന് ഖബറിലാണ് ഇനി ഒരു റമദാൻ വരുമ്പോ ഞങ്ങൾ ഉണ്ടാകുമെന്നറിയില്ല അതുകൊണ്ട് വാശിയും വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും എല്ലാ മനസ്സിന്റെ കറ്റുമെന്ന് എടുത്തു മാറ്റി ഒരു സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ വാത്സല്യത്തിന്റെ കരുണയുടെ റമദാൻ ഈ റഹ്മത്തിന്റെ പത്തില് അങ്ങനെ റമദാനിന് ഉപയോഗപ്പെടുത്തണം റമദാന് കൊണ്ട് പാപം പൊറുക്കാത്തവരാരാ അവരെ റമദാൻ അല്ലാഹു അല്ലാഹുവേ ഒരു മനുഷ്യന്റെ പാപം മുഴുവനും അല്ലാഹു പുറത്തു കൊടുത്തത് റമദാനിനെ ബഹുമാനിച്ചതുകൊണ്ടാണ് ബാക്കി മുഴുവൻ മാസങ്ങളിലും വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിലും റമദാനിനെ അല്ലാഹുവിന്റെ പാപം പുറത്തു തന്നു എന്ന് ആ മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുമ്പോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ റമദാൻ കൊണ്ടുവന്നു റമദാനിൽ വന്നായാൽ ബാക്കിയുള്ള മാസങ്ങളൊക്കെ റമദാൻ പോലെ നല്ല രൂപത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ റമദാൻ സ്വീകരിച്ചു എന്നതിന്റെ അടയാളമാണ് റമദാൻ കഴിഞ്ഞ ഒരു മാറ്റം ഉണ്ടാവും നമുക്ക് നല്ലൊരു മാറ്റം നൽകട്ടെ റമദാൻ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ തെറ്റിൽ നിന്ന് വിട്ടുനിന്ന് ചീത്ത ചിന്തകളിൽ നിന്നും പ്രവർത്തികളിൽ നിന്നും വിട്ടുനിന്ന് നല്ല ഒരു ജീവിതം അല്ലാഹു നൽകുമാറാവട്ടെ അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ ഇൻഷാ അല്ലാഹ്